ചാക്കോ സാറേ. ആ ജോണിയോ, എന്നെ അവിടെ വന്ന് അന്വേഷിച്ചു എന്ന് പറയുന്നത് കേട്ടു. ആ എടാ, ഞാൻ നിന്റെ വീട്ടിൽ വന്നായിരുന്നു കുടുംബ കൂട്ടായ്മയുടെ കാര്യം പറയാൻ വേണ്ടിയേ. ഓ, അതൊന്നും വേണ്ട സാറേ, ശരിയാകത്തില്ല. അതിനാണ് ജോണി നീ അങ്ങനെയൊക്കെ പറയുന്നത്? നിന്നെ ഇപ്പം പള്ളിയിലോട്ടൊന്നും കാണാനില്ലല്ലോ. അന്ന് കമ്മിറ്റിക്കാരെല്ലാവരോടും കൂടി എനിക്കിട്ട് പണിതല്ലേ, ഞാൻ ഇനി അങ്ങോട്ടില്ലേ. എടാ, പിള്ളേരെയൊക്കെ കണ്ടാൽ വളരെ ഓർമ്മ വേണം കേട്ടോ. നീ ആ പഴയ കാര്യമൊക്കെ എന്തിനാ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? പള്ളി വരാൻ നോക്കടാ പോയി. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി കേൾക്കുന്ന കാര്യം നിൻ്റെയാ. ഓ ആയിക്കോട്ടെ, എന്നാ ഞാനങ്ങോട്ട് നീങ്ങുക. പ്രായം കുറേയായി, എന്നാലും ഉപദേശം നിന്നിട്ടില്ല. എന്നാടി? ഇച്ചായ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. എന്നാടി, എന്നാ പ്രശ്നം? ഇച്ചായ കൊച്ചു വിളിച്ചായിരുന്നു. അവൾക്ക് എന്തോ വലിയ പ്രശ്നമാണെന്ന്. അവള് താമസിക്കുന്നിടത്തുനിന്ന് അവളെ ഇറക്കി വിട്ടെന്ന്. അവിടുത്തുകാരെല്ലാം കൂടെ അവിടെ നിന്ന് ബഹളം വെക്കുക. വലിയൊരു ശബ്ദവും കേട്ടു, പിന്നെ കൊച്ചു കരയുന്നേം കേട്ടു. പിന്നെ ഫോൺ വിളിച്ചിട്ട് എങ്ങും എടുക്കുന്നില്ല. ഇച്ചായൻ എന്തെങ്കിലും ചെയ്യ്, നമ്മുടെ കുഞ്ഞ്. എന്റെ ദൈവമേ. എടി നീ കരയാതെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ UK യിലുള്ള സാധനം ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ദേ ഇപ്പം അങ്ങെത്തി. മോനെ, എന്നാ നിനക്ക് പുറത്തു പോയി പഠിക്കണമെന്ന് എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? ഇവിടെ നല്ല കോളേജുകളില്ലേ? പപ്പ തന്നെ നിന്നോട് പറഞ്ഞില്ലേ ഏതെങ്കിലും നല്ല കോളേജ് തപ്പിപ്പിടിക്കാൻ? അവിടെ വിട്ട് നിന്നെ പഠിപ്പിക്കാമെന്ന്. ഒന്ന് നിർത്തും മമ്മി. എൻ്റെ കൂട്ടുകാരെല്ലാവരും വെളിയിൽ പോകാൻ വേണ്ടി അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടിരിക്കുക. ഞാൻ മാത്രം അവിടെ നിങ്ങളോട് വഴക്കുണ്ടാക്കിയിരിക്കുന്നു. കുറച്ചുകൂടെ സെൻസിബിളായിട്ട് ചിന്തിക്കും മമ്മി. മോനെ, അവരൊക്കെ പുറത്തു പോയി പഠിക്കുന്നതേ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാ. എങ്ങനെയും ആ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നിനക്കിവിടെ എന്നത്തിന്റെ കുറവാ? കാശിന് കാശ്, ഡ്രസ്സിന് ഡ്രസ്സ്, എല്ലാം ഉണ്ട്. എന്നാലും അവന് പുറത്തു പോയി പഠിച്ചാലേ പറ്റുള്ളൂ. നന്നായിട്ട് പഠിച്ചാലേ ഇവിടെയും ജോലി കിട്ടും. എൻ്റെ പൊന്നു മമ്മി നിർത്തുന്നുണ്ടോ? എന്നാ പറഞ്ഞാലും നാട് നാട് നാട്. ഇവിടെ എന്നാ ഇരുന്നിട്ടാ? വിദേശത്തൊക്കെ പോയി നോക്കാം, അവിടെ എല്ലാം 20 വർഷം മുമ്പേ ഡെവലപ്പായി. ഇവിടെ കുറെ അമ്മാവന്മാരും ഉണ്ട്. ചുമ്മാ എന്നാ പറഞ്ഞാലും കുറ്റം പറയാൻ വേണ്ടി കുറെ പേരൻസും. എന്റെ മോനെ, ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. ഈ പുറത്ത് ജീവിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. മമ്മി ജീവിക്കണ്ട, ഞാൻ ജീവിച്ചോളാം. മോനെ, എന്നാ നീ പോയാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അത് ശരി. അപ്പൊ എന്റെ സ്വർണത്തിനൊന്നും വിലയില്ലേ? നിങ്ങളുടെ മാത്രം മതിയോ? എൻ്റെ കൂട്ടുകാരുടെ പേരൻസിനെയൊക്കെ സമ്മതിക്കണം. അവരുടെ പാതി ബോധം ഇവിടുത്തെ ഉള്ളവർക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. അതേടാ, ഞങ്ങളൊക്കെ മന്ദബുദ്ധികളാ. ആ ജോണിയുടെ മോളങ്ങ് UK യിലാണ്. അവിടെ ആ നാട്ടുകാരെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നോ അവൾക്ക് എന്തൊക്കെയോ പറ്റിയെന്നും പറഞ്ഞ് അവർ കിടന്ന് നെട്ടോട്ട് ഓടുക. നീ ഇനി എങ്ങും പഠിക്കാൻ പോകുന്നില്ല. നിൻ്റെ കൂട്ടുകാരൊക്കെ +2 കഴിഞ്ഞ ഉടനെ ചാടാൻ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. നിന്നെ ആ കൂട്ട് ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഓഹ്, പപ്പയുടെ ഒരു കണ്ടുപിടുത്തം. ഈ നശിച്ച വീട് ഞാൻ എന്ന് പോകുന്നോ അന്നേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. അവൻ എല്ലാവരെയും പോലെ പുറത്തു പോയി പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ പഠിക്കട്ടെ. എടി, അവൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ +2 കഴിഞ്ഞ് പുറത്ത് പോകുന്നത് ഈ ജോലി കിട്ടാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ. ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ഓരോ കുട്ടികൾ ഇങ്ങനെ പുറത്ത് പോയിട്ട് എന്തൊക്കെ കേസുകളിലാണ് ചെന്ന് പെടുന്നറിയാമോ? നീ ന്യൂസൊക്കെ കാണുന്നതല്ലേ. നമ്മുടെ മോനെ പക്വത വന്നു കഴിയുമ്പോൾ അവനെ പുറത്ത് വിട്ട് PG പഠിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എന്നാ പിന്നെ അവനോട് അതങ്ങ് പറഞ്ഞാൽ പോരെ? ആദ്യം അവനിവിടെ നമ്മുടെ പള്ളിയും യൂത്തും ഒക്കെ ആയിട്ട് നടന്ന് ഒരു പക്വതയൊക്കെ ആകട്ടെ. എടി, ഞാൻ പറയുന്നത് ശരിയാണോ? നീയോടൊന്ന് പറ. ഏതെങ്കിലും നാട്ടിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്കുന്നതിനേക്കാൾ നല്ലത് അവൻ എന്തെങ്കിലും നന്നായിട്ട് പഠിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങി 10 പേർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ ആ 10 കുടുംബങ്ങളും ആ കൂട്ടത്തിൽ രക്ഷപ്പെടുകയില്ലേ? അങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരെ കൂടെ പരിഗണിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരണം. നിനക്കെന്ത് തോന്നുന്നു? അത് നല്ല കാര്യം വെച്ചായ.
എങ്കിൽ പിന്നെ അവനോട് ഇച്ചാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? മക്കളോട് അമ്മമാര് പറയുന്നത് തന്നെയാണ് നല്ലത്. പീറ്ററെ, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇപ്പം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അച്ഛാ, എനിക്ക് പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹം. എങ്ങനെയെങ്കിലും പപ്പായോടും അമ്മയോടും പറഞ്ഞ് സെറ്റാക്കി തരാമോ? എടാ, പപ്പ പറയുന്നതിലും കാര്യമില്ലേ? നീ നന്നായിട്ട് പഠിക്കുന്നവനല്ലേ? നന്നായിട്ട് പഠിച്ച് ഇവിടെ തന്നെ ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കൂടെ? അതൊന്നും ശരിയാകത്തില്ല അച്ഛാ. വീട്ടിലൊരു സ്വാതന്ത്ര്യമില്ല. എല്ലാ കാര്യത്തിനും പപ്പായും അമ്മയും ചോദ്യം പറച്ചിലും മാത്രമേ ഉള്ളൂ. എടാ പീറ്ററെ, ഇപ്പോൾ ഓരോന്നൊക്കെ കേൾക്കുന്നത് കണ്ട് പേടിയായിട്ടാ പപ്പായും മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ നിന്നെപ്പോലുള്ള മിടുക്കന്മാർ പുറത്തു പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്താൽ പിന്നെ ഈ നാട്ടിൽ ആരാ ഉള്ളത്? ഇവിടെ ഉള്ളവർക്കും നല്ല നേതാക്കന്മാരും ബിസിനസ്സുകാരും ഒക്കെ വേണ്ടേ? നീ കൂടുതൽ പഠിക്കണം. എന്നിട്ട് നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും സഭയ്ക്കും ഒക്കെ അഭിമാനമുള്ള നല്ലൊരു ജോലി നേടണം. അച്ഛാ, അത് പിന്നെ മോനെ, നിന്നെപ്പോലെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാരെയും പോലെ ചിന്തിക്കേണ്ടവനല്ല, മാറി ചിന്തിക്കണം. അപ്പോഴേ നമ്മുടെ സഭ വളരൂ, സമൂഹവും വളരൂ. ആ മോനെ, ആരോ വന്നിരിക്കുന്നു. അല്പസമയം പുറത്തു നിന്നല്ലേ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ആ ജോണി, വാ വന്നിരിക്കേ. ആ ഇരിക്കേ. എവിടായത്? കാലം കുറേ ആയല്ലോ കണ്ടിട്ട്. മോള് വിളിച്ചായിരുന്നോ? അച്ഛ, എന്നോട് ക്ഷമിക്കണം. അച്ഛനില്ലായിരുന്നെങ്കിൽ എൻ്റെ മോള്... ഛേ, എന്താ ജോണി ഇത്? ദേഷ്യം കൊണ്ടാ അച്ഛൻ ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത്. 5-8 വർഷമായി. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അത്രയ്ക്ക് അപമാനിച്ച എന്നെ അന്ന് വിട്ടത്. എൻ്റെ ജോണി, ദൈവം ഈ മറക്കാനുള്ള കഴിവ് മനുഷ്യന് തന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നു കളയാനാ. ഇവിടെ താൻ അതൊക്കെ അങ്ങ് വിട്ടുകളയടോ. ഇന്നലെ അച്ഛൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മോളി രക്ഷപ്പെട്ടത്. ഞങ്ങൾ ഈ അച്ഛന്മാരും പള്ളിയൊക്കെ നിങ്ങളുടെ തന്നെയാണ്. ഒരാവശ്യം വരുമ്പം ദൈവം എടുത്ത് ഞങ്ങളെ അങ്ങ് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പിള്ളേരെയൊക്കെ പുറത്തു വിടുമ്പോഴേ അവിടെ പള്ളിയും അച്ഛന്മാരും ഒക്കെ ഉണ്ടെന്നൊന്ന് ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്നൊക്കെ നോക്കണം. ഇപ്പം ലോകത്തെല്ലായിടത്തും പള്ളി അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ജീവിക്കാൻ പറയണം. എങ്കിലും ഒരാവശ്യം വരുമ്പോൾ അവർ സഹായിക്കും. നമ്മുടെ ഏതൊരാവശ്യത്തിനും സഭ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ അവളോട് പറയാം അച്ഛാ. പിന്നെ ഒരുപാട് നന്ദി. നന്ദിയൊക്കെ കർത്താവിനുള്ളതാ. അതെല്ലാ ആഴ്ചയും പള്ളി വന്ന് കർത്താവിന് നേരിട്ടങ്ങ് കൊടുത്താൽ മതി കേട്ടോ. വൈകിട്ട് ഞാൻ അവളെയും കൂട്ടി വരാം. ഞങ്ങൾക്ക് 2 പേർക്കും ഒന്ന് കുമ്പസാരിക്കണം. ഓ ആയിക്കോട്ടെ, ഞാനിവിടെ ഉണ്ട്. ആ പിന്നെ അടുത്ത ആഴ്ച വരാൻ മറക്കണ്ട കേട്ടോ. പിന്നെ മോളോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. ശരി അച്ഛാ. ആ ശരി. പീറ്ററെ, നമുക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വന്തം വിശ്വാസത്തെയും ബോധ്യങ്ങളെയും ഏത് സാഹചര്യത്തിലും മുറുകെ പിടിക്കാനും പ്രഘോഷിക്കാനുമുള്ള ധൈര്യത്തിൻ്റെ പേരാ സ്വാതന്ത്ര്യം. അപ്പോൾ നീ എന്ത് തീരുമാനിച്ചു? ഞാൻ എവിടെയും പോകുന്നില്ല അച്ഛാ. ഞാൻ ഇവിടെ തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നല്ലൊരു ബിസിനസ് തുടങ്ങും. പപ്പ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന നല്ലൊരു ബിസിനസ്. ഇപ്പോഴാണ് നീ ശരിക്കും പത്രോസായത്. പാറ പോലെ ഉറച്ച പത്രോസ്. നിന്നെപ്പോലെ കുറേയേറെ പത്രോസന്മാരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ